കായംകുളം പുതിയിടം റെസിഡൻസ് അസോസിയേഷൻ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. വിസ്മയരാവ് 2025 എന്ന പേരിലായിരുന്നു ആഘോഷം നടത്തിയത്. കായംകുളം പുതിയിടം റെസിഡൻസ് അസോസിയേഷന്റെ ക്രിസ്മസ് പുതുവത്സര ആഘോഷം വിസ്മയരാവ് എന്ന പേരിൽ സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി കുട്ടികളുടെയും അംഗങ്ങളുടെയും കലാപരിപാടികൾ, തിരുവാതിര, സ്വരലയ മ്യൂസിക് ബാൻഡിന്റെ കരോക്ക ഗാനമേള, ക്യാമ്പ് ഫയർ എന്നിവ നടത്തി. ക്രിസ്മസ് പുതുവത്സര ആഘോഷ പരിപാടികൾ അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. എന്നെ സംബന്ധിച്ച് കായംകുളത്തിൻ്റെ ഒട്ടനവധി വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിങ്ങളിലൊരാളായിട്ട് പങ്കുചേരാൻ കഴിഞ്ഞതുകൊണ്ടും എല്ലാം ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ഒരു 8ഓളം ന്യൂ ഇയർ ഇവിടെ തന്നെയാണ് കായംകുളത്തിൻ്റെ തന്നെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഞാൻ ജനിച്ച നാട്ടിലല്ല ഞാൻ റെപ്രസെൻ്റ് ചെയ്തത്. ഞാൻ വെളിയനാടെന്ന് പറഞ്ഞ പ്രദേശത്തായിരുന്നു അന്ന് പ്രതിനിധീകരിച്ചത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ആ പ്രദേശത്ത് ചെയ്തു കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉറപ്പിച്ചും പറയാൻ പറ്റും, ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കായംകുളത്തേക്ക് വന്നു. അപ്പോൾ എനിക്ക് കുറേ മനുഷ്യർ മാത്രമേ അറിയുള്ളായിരുന്നു കായംകുളത്ത്. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ PAയോടും എൻ്റെ സെക്രട്ടറിയോടും പറയാറുണ്ട്, നിങ്ങളെക്കാൾ ഇരട്ടിയിൽ എനിക്ക് ആൾക്കാരെ ഇവിടെ അറിയാം. ശരിക്കും കായംകുളത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തിപരമായൊരു വിഷമം ഞാൻ ലീവ് ജീവിതം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. കാരണം നമ്മളെല്ലാം സാധാരണ മനുഷ്യനാണല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വിഷമങ്ങളും സന്തോഷങ്ങളും വരുന്ന ജീവിതമാണ് നമ്മുടെ. സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കണം. ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മെസ്സേജ് വന്നു, നമ്മൾ റയാൻ എന്ന് പറഞ്ഞ മോന് ഒരു ചികിത്സാ സഹായം കൊടുത്തപ്പം 3 ലക്ഷം അനുവദിച്ചു. ഇതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷം. 3 ലക്ഷം അനുവദിച്ച ഉടനെ തന്നെ നമുക്ക് അറിയിപ്പ് കിട്ടും. അപ്പോൾ തന്നെ റയാൻ്റെ വീട്ടിൽ നമുക്ക് വിളിച്ചറിയാം. അതാണ് ഞങ്ങളുടെ സന്തോഷം. പക്ഷേ വിഷമമെന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വ്യക്തിപരമായ വിഷമങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം ഓർക്കുമായിരുന്നു. ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പം ഒരു 90% പേരും നമ്മളെ ചേർത്ത് പിടിക്കും. അത് നമ്മുടെ എല്ലാം ഈ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ചിലർ ചോദിക്കും നമ്മളോട്, നിങ്ങളൊക്കെ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നു, വീട് നോക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ പറ്റുന്നുണ്ട്, എല്ലാം മാനേജ് ചെയ്ത് പോകാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. സാധാരണ ഒരു വീട്ടമ്മയെ പോലെ അല്ലെങ്കിൽ സാധാരണ ഒരു ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ പോലെ നമുക്ക് വീടുകളിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് 100 പേരെ എടുത്താൽ 90 പേരും നമ്മളുടെ കൂടെ നമ്മളെ ചേർത്ത് പിടിക്കുന്നവരും 10 പേര് മാത്രമാണ് അത് അന്ധമായ രാഷ്ട്രീയ വിരോധവും അവരെ ആരെയും ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആ 10 പേരെ നമുക്കങ്ങ് മാറ്റി നിർത്താം. പക്ഷേ ഞങ്ങളുടെ സന്തോഷം ഇതാണ്. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല മുഖ്യ അതിഥിയായി പങ്കെടുത്തു. പുതുവത്സര സന്ദേശം ഫാദർ ഫിലിപ്പ് നൽകി. KPRA പ്രസിഡന്റ് KN ജയറാം അധ്യക്ഷത വഹിച്ചു. ഇതുപോലുള്ള പുതുവത്സര ആഘോഷ പരിപാടിയിൽ ഇവിടെ നമുക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLAയും നമ്മുടെ പ്രിയങ്കരിയായ നഗര മാതാവും ചില കാര്യങ്ങളെ നമ്മുടെ KPRAയുടെ ഉന്നമനത്തിന് വേണ്ടിയും ഈ നാട്ടിലെ KPRA കുടുംബങ്ങളുടെയും ഈ നാട്ടിലെ പൊതുവായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യകതയും അവരെ ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ, അല്ലെ അവരെ ഒന്ന് അറിയിക്കുവാൻ, അല്ലെ ഒരു സങ്കടം പറയുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. എനിക്ക് കിട്ടിയിരിക്കുന്നത് വെറും 10 മിനിറ്റാണ്. KPRA സെക്രട്ടറി G. അപ്പുക്കുട്ടൻ നായർ സ്വാഗതം പറഞ്ഞു. K. സദാശിവൻ, T. രഞ്ജിതം, അനീഷ് ഗോപിനാഥ്, PM നൌഷിൽ, KL വത്സനാകുമാരി, ഷൈനി സജി, ശിവൻ സംഗീത തുടങ്ങിയവർ സംസാരിച്ചു. KPRA ട്രഷറർ B. ഷീല കൃതജ്ഞത പറഞ്ഞു. തുടർന്ന് കലാപരിപാടികൾ നടന്നു. CDNet ന്യൂസ്, കായംകുളം.